എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ. യോഹന്നാൻ 11-ന്റെ 21-ഉം 22-ഉം. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശു ബഥാനിയയിൽ എത്തിയപ്പോൾ ലാസറിനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസങ്ങളായിരുന്നു. മരണത്തിന് ശേഷം 3 ദിവസങ്ങൾ ശരീരം വിട്ടുപോയ ആത്മാവ് മൃതശരീരത്തിൽ തിരികെ പ്രവേശിക്കാൻ കഴിയുമോ എന്ന് അന്വേഷിച്ച് ആ ശരീരത്തിന് സമീപം ചുറ്റിക്കറങ്ങുമെന്നുള്ള ഒരു സാധാരണ വിശ്വാസം യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. യേശു എത്തിയത് 4-ാം ദിവസമാകയാൽ മരണം അതിൻ്റെ പൂർണ്ണമായ അധികാരം ലാസറിൻ്റെ മേൽ സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് സൂചന. 4-ാം ദിവസം ലാസറിനെ ഉയിർപ്പിച്ചതുകൊണ്ട് ആ സംഭവം ശിഷ്യർക്ക് യേശുവിലുള്ള വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയും ജനങ്ങളെ കൂടുതൽ യേശുവിൻ്റെ പക്ഷത്ത് ആക്കുകയും ചെയ്തു. യേശുവിനെ സ്വാഗതം ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും മാർത്തയാണ് മുൻകൈയെടുത്തത്. മാർത്തയുടെ വിശ്വാസ ആവിഷ്കാരം ഈ ഭാഗത്ത് നമുക്ക് കാണാം. മാർത്തയുടെ പ്രതികരണങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഉണ്ടാകാവുന്ന ദൈവിക ചിന്തകൾ: 1. മാർത്ത യേശുവിനെ കണ്ടപ്പോൾ സഹോദരൻ മരിച്ച ദുഃഖത്തോടൊപ്പം സൗഖ്യദായകനാവാൻ കഴിയുന്ന കർത്താവ് തക്ക സമയത്ത് എത്തിയില്ല എന്ന ദുഃഖവും കൂടെ ചേർന്നതിൻ്റെ ഒരു വാചികാവിഷ്കാരമാണ് ഉണ്ടായത്. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല എന്ന പ്രസ്താവനയിൽ യേശുവിൻ്റെ സൗഖ്യമാക്കാനുള്ള കഴിവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നതോടൊപ്പം ലാസറിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദിത്തം യേശുവിനാണ് എന്ന് പറയുന്ന പരോക്ഷമായ ഒരു ആരോപണവുമുണ്ട്. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന പ്രസ്താവന മാർത്തയുടെ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. അതോടൊപ്പം സഹോദര മരണത്തിൻ്റെ കടുത്ത ദുഃഖത്തിൻ്റെ മധ്യത്തിലും കുടുംബത്തിലെ മുതിർന്ന അംഗമെന്ന നിലയിൽ അങ്ങേയറ്റം മര്യാദ കാണിക്കുകയും ആതിഥ്യ മര്യാദ മറക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ദുഃഖ വിവശയായി മറിയ ഭവനത്തിൽ നിന്നും പുറത്തു പോകാൻ താല്പര്യമില്ലാതെ ഇരുന്ന ഇടത്തിൽ അവിടെ തന്നെ കഴിഞ്ഞപ്പോൾ യേശുവിനെ സ്വീകരിക്കാനും ഉപചരിക്കാനും ദുഃഖത്തിൻ്റെ മധ്യത്തിലും മാർത്ത തയ്യാറാകുന്നു. ദുഃഖത്തിൻ്റെ മധ്യത്തിലും മാർത്ത പ്രകടമാക്കുന്ന വിശ്വാസ ആവിഷ്കാരം വളരെ മധുരതരമാണ്. ഇയ്യോബിനെ പോലെയും ഇരമ്യാവിനെ പോലെയും ദൈവസന്നിധിയിൽ പരിഭവം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം മാർത്ത പ്രകടിപ്പിക്കുന്നുണ്ട്. 2. യേശുവും മാർത്തയും തമ്മിലുള്ള സംഭാഷണം മാർത്ത നടത്തുന്ന വലിയ ക്രിസ്തു വിജ്ഞാനീയ പ്രഖ്യാപനത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന സദൂക്യരിൽ നിന്നും വ്യത്യസ്തതയായി മാർത്ത മരിച്ചവരുടെ പുനരുത്ഥാനം സംഭവിക്കുമെന്ന് വിശ്വസിച്ചിരുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ട്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു യേശു തന്നെയാകുന്നു എന്ന് അവൾ ഏറ്റുപറഞ്ഞു. യേശുവിൻ്റെ ആളത്വം സംബന്ധിച്ച് മാർത്ത ഏറ്റുപറഞ്ഞ ഈ വിശ്വാസം കൈസരിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസ് ഏറ്റുപറഞ്ഞതായി വിശുദ്ധ മത്തായി 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസ പ്രഖ്യാപനത്തോട് കിടപിടിക്കുന്ന വാക്കുകളാണ് മാർത്ത പ്രകടമാക്കുന്ന വാക്കുകൾ. 3. ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞ ഉടൻ തന്നെ
മാർത്ത തൻ്റെ സഹോദരി മറിയയുടെ അടുത്തേക്ക് പോയി അവളോട് സ്വകാര്യമായി സംസാരിച്ചു. ഗുരു വന്നിട്ടുണ്ടെന്നും മറിയയെ അന്വേഷിക്കുന്നുവെന്നും അവൾ അറിയിക്കുകയാണ്. മറിയയുടെ തളർന്ന മാനസികാവസ്ഥയ്ക്കുള്ള ഒരു സൗഖ്യദായക സമീപനമാണ് മാർത്ത സ്വീകരിക്കുന്നത്. ഒരുപക്ഷെ യേശുവിനോടുള്ള പരിഭവം കൊണ്ടോ ദുഃഖം തളർത്തിയ മാനസിക നില കൊണ്ടോ ആയിരുന്നിരിക്കാം മറിയ ഇരുന്ന ഇടത്ത് തന്നെ ഇരുന്നത്. മറിയയ്ക്ക് ഗുരുവുമായുണ്ടായിരുന്ന ആത്മബന്ധം കുറെ കൂടി ആഴമുള്ളതായിരുന്നു. പാദപീഠത്തിലിരുന്ന് പഠിക്കുകയും കാലിൽ പരിമള തൈലം പൂശി തലമുടി കൊണ്ട് തുവർത്തുകയും ചെയ്തിരുന്ന മറിയ ഒരുപക്ഷെ യേശുവിനോട് അല്പം കൂടെ പരിഭവം കാട്ടുന്നത് മാനുഷികമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷേ മാർത്തയുടെ ഇടപെടൽ അവളെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. യേശു ഇരുന്ന ഇടത്ത് വന്നവൾ താൻ തൈലം പൂശി ബഹുമാനിച്ച ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. മറിയ കരയുന്നതും കൂടെയുള്ള യഹൂദർ കരയുന്നതും കണ്ടിട്ട് യേശു ഉള്ളം കലങ്ങി കണ്ണുനീർ വാർത്തു. മനുഷ്യ ജീവിതത്തിൻ്റെ നിത്യതയെ അപകരിച്ചു കളയുന്ന സാത്താന്റെ ഭോഷ്കിൽ വീണ് മരണദുഃഖം അനുഭവിക്കുന്ന മനുഷ്യാവസ്ഥയെക്കുറിച്ചായിരിക്കാം യേശുവിൻ്റെ ഉള്ളം കലങ്ങിയത്. എന്തായാലും നമ്മുടെ ദുഃഖത്തോട് കർത്താവ് ഐഡന്റിഫൈ ചെയ്യുന്നു. നമ്മുടെ നിസ്സഹായതയിൽ നമ്മൾ തളർന്നും തകർന്നും പോകുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കർത്താവിൻ്റെ മുഖമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഈ ഭാഗം നമ്മളോട് പറയുന്നു, ദുഃഖം ഹൃദയത്തെ തകർക്കുമ്പോഴും ദൈവസ്നേഹത്തിൻ്റെ ശക്തമായ ആവിഷ്കാരത്തിലൂടെ അതിഥി സൽക്കാരത്തിൻ്റെ മര്യാദ മറക്കാതിരുന്ന മാർത്ത ജീവിത ദുഃഖങ്ങളുടെ കണ്ണുനീർ മഴകൾ പെയ്തിറങ്ങുമ്പോഴും ദൈവാശ്രയത്തിൻ്റെ സൂര്യപ്രഭ കൊണ്ട് മഴവില്ല് തീർക്കുന്നവളായിരുന്നു. മറ്റൊന്ന്, ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഒട്ടും നിഷേധിക്കാതെ ദൈവസന്നിധിയിൽ നമ്മുടെ പരിഭവങ്ങൾ പറയത്തക്ക വിധം ശക്തമാകണം. റബ്ബയുടെ പാദപീഠത്തിലിരുന്ന് പഠിക്കാതെയും ദൈവബന്ധത്തിൽ രൂപപ്പെടുത്തുന്ന അനുഭവാധിഷ്ഠിത വിശ്വാസാവിഷ്കാരങ്ങൾ നമ്മിൽ രൂപപ്പെടാൻ നമ്മെ തന്നെ അനുവദിക്കണം. കർത്താവ് നമ്മുടെ ദുഃഖങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിലും കൃപയിലും അടിയങ്ങളെ ആശ്രയിക്കുന്നു. നിന്റെ ആവശ്യങ്ങളിൽ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. വിശ്വാസ ദൃഢതയോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്ന കർത്താവിനെ ഒപ്പം നിർത്താൻ ഞങ്ങളുടെ മനസ്സിനെ വിശാലമാക്കുകയും ചെയ്യണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ കൃപയിൽ ആശ്രയിച്ച് സന്തോഷകരമായി പുതിയ വർഷത്തിൽ ജീവിക്കാൻ സഹായിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.